നമസ്കാരം. കേരളം ഇന്ന് ഒരു കാലത്തും ഇല്ലാത്ത വിധം വലിയൊരു സുരക്ഷാ ഭീഷണിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിർത്തി കടന്ന് നിയമവിരുദ്ധമായി ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന ബംഗ്ലാദേശി പൗരന്മാർക്ക് കേരളം സുരക്ഷിത താവളമായി മാറുന്നു എന്ന വാർത്തകൾ കൃത്യമായ ആസൂത്രണത്തോടെ നടക്കുന്ന ഒരു ജനസംഖ്യാപരമായ അട്ടിമറിയുടെ ഭാഗമാണ്. പത്തനംതിട്ടയിലും കൊട്ടാരക്കരയിലും ചാലക്കുടിയിലുമൊക്കെ അടുത്തിടെ ഭീകരവിരുദ്ധ സ്ക്വാഡ് നടത്തിയ അറസ്റ്റുകൾ വിരൽ ചൂണ്ടുന്നത് ഇവിടുത്തെ മണ്ണിൽ വേരോടിക്കഴിഞ്ഞ വലിയൊരു രാജ്യദ്രോഹ ശൃംഖലയിലേക്കാണ്. ദേശീയ സുരക്ഷയെ തന്നെ അപകടപ്പെടുത്തുന്ന ഈ മഹാവിപത്തിന് പിന്നിൽ നിരോധിത ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ അവശേഷിക്കുന്ന സ്ലീപ്പർ സെല്ലുകളും അവർക്ക് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ഒത്താശ പാടുന്ന ചില പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുമാണെന്ന സത്യം ഇനി അധികകാലം മൂടിവെക്കാനാകില്ല. ഭാരതത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന ഈ നുഴഞ്ഞുകയറ്റ മാഫിയകളുടെ പ്രവർത്തന രീതികളും അതിന് കുടപിടിക്കുന്ന ഇടത് വലത് മുന്നണികളുടെ പ്രീണന രാഷ്ട്രീയവും വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ബംഗ്ലാദേശിൽ നിന്നും ഭാരതത്തിലേക്ക് അതിർത്തി കടന്നെത്തുന്ന ഏതൊരു നുഴഞ്ഞുകയറ്റക്കാരന്റെയും ആദ്യത്തെ ലക്ഷ്യസ്ഥാനം പശ്ചിമ ബംഗാളാണ്. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിൽ ബംഗാൾ ദേശവിരുദ്ധ ശക്തികളുടെയും നുഴഞ്ഞുകയറ്റക്കാരുടെയും വിളനിലമായി മാറിയിരുന്നു. വോട്ട് ബാങ്ക് ഭദ്രമാക്കാൻ വേണ്ടി മാത്രം അതിർത്തി കടന്നുവരുന്ന വിദേശികൾക്ക് പരവതാനി വിരിക്കുന്ന ഭരണകൂട നയമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കൊൽക്കത്ത കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യാജരേഖ നിർമ്മാണ മാഫിയകൾ ഇതിന് കൃത്യമായ തെളിവ് കൂടിയാണ്. അതിർത്തി കടന്ന് കൊൽക്കത്തയിലെത്തുന്ന ഒരു ബംഗ്ലാദേശിക്ക് വെറും 2500 രൂപ കൈപ്പറ്റി വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചു നൽകുന്ന വൻ ശൃംഖലകൾ അവിടെ സജീവമായിരുന്നു. ഭാരതീയ പൗരന്റെ ഏറ്റവും വലിയ തിരിച്ചറിയൽ രേഖയായ ആധാർ വെറും ഒരു പേപ്പർ കഷ്ണത്തിന്റെ വില പോലും ഇല്ലാതെയാണ് ബംഗാളിലെ അതിർത്തി ഗ്രാമങ്ങളിൽ വിറ്റഴിക്കപ്പെട്ടിരുന്നത്. മമതാ ബാനർജിയുടെ നിസ്സംഗതയും പോലീസിന്റെ ഒത്താശയും കൊണ്ടാണ് ഈ മാഫിയകൾക്ക് ഇത്രയും പരസ്യമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു വന്നിരുന്നത്. ഇത്തരത്തിൽ കൊൽക്കത്തയിൽ നിന്ന് സംഘടിപ്പിക്കുന്ന വ്യാജ ആധാർ കാർഡുമായാണ് ഈ നുഴഞ്ഞുകയറ്റക്കാർ പിന്നീട് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ട്രെയിൻ കയറിയത്. എന്തുകൊണ്ടാണ് ബംഗ്ലാദേശികൾ തങ്ങളുടെ താവളമായി കേരളത്തെ തിരഞ്ഞെടുത്തത്? ഇതിന് പിന്നിൽ കേരളത്തിലെ നിലവിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഉള്ളത്. ഇവിടുത്തെ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയം നുഴഞ്ഞുകയറ്റക്കാർക്ക് വലിയൊരു സുരക്ഷാ കവചമാണ് ഒരുക്കുന്നത്. അതിഥി തൊഴിലാളികൾ എന്ന മാന്യമായ ലേബലിൽ കേരളത്തിലെത്തുന്ന ലക്ഷക്കണക്കിന് ആളുകളിൽ വലിയൊരു പങ്ക് കൃത്യമായ രേഖകളില്ലാത്ത ബംഗ്ലാദേശികളാണ് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. ഭീകര സംഘടനകളുമായി ബന്ധമുള്ള ചില പ്രാദേശിക കൂട്ടാളികൾ കേരളത്തിൽ ഇവരെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നുണ്ട്. കൊൽക്കത്തയിൽ നിന്ന് കൊണ്ടുവരുന്ന വ്യാജ ആധാറിലെ ബംഗാൾ മേൽവിലാസം മാറ്റി കേരളത്തിലെ വിലാസമാക്കി മാറ്റുകയാണ് ഇവരുടെ ആദ്യപടി. ഇതിനായി പ്രാദേശിക ഭരണകൂടങ്ങളെയും തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളെയും സ്വാധീനം ഇവർ ഉപയോഗിക്കുന്നു. ഈ വ്യാജരേഖ അടിസ്ഥാനമാക്കി വോട്ടർ ID, റേഷൻ കാർഡ്, ബാങ്ക് അക്കൗണ്ടുകൾ, എന്തിനേറെ പറയുന്നു പാവപ്പെട്ട ഭാരതീയ പൗരന്മാർക്ക് ലഭിക്കേണ്ട കാരുണ്യ കാർഡ് വരെയുള്ള ആനുകൂല്യങ്ങൾ ഇവർ തട്ടിയെടുക്കുന്നു. 2017 മുതൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ ഈ നുഴഞ്ഞുകയറ്റം ശക്തമാക്കിയത്. നിരോധിത ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കളും പ്രവർത്തകരുമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട്. കേരളത്തിലെ ജനസംഖ്യാപരമായ സന്തുലിതാവസ്ഥ തെറ്റിക്കുക, ഇസ്ലാം വിശ്വാസികളുടെ എണ്ണം കൃത്രിമമായി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം. ദേശവിരുദ്ധ ശക്തികൾക്ക് തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വോട്ട് ബാങ്ക് അനിവാര്യമാണ്. ഇതിനായി ഇവർക്ക് വോട്ടവകാശം നേടിയെടുക്കാൻ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ കൂട്ടുനിൽക്കുന്നു. വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെക്കുന്ന കോൺഗ്രസ് CPM നേതാക്കൾ തങ്ങളുടെ വാർഡുകളിൽ വോട്ട് കൂട്ടാൻ വേണ്ടി ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് വ്യാജ ഒപ്പിട്ടും സാക്ഷ്യപത്രങ്ങൾ നൽകിയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സഹായിക്കുന്നു. രാജ്യത്തിന്റെ സുരക്ഷയേക്കാൾ സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിന് മുൻഗണന നൽകുന്ന ഇത്തരം നേതാക്കൾ ചെയ്യുന്ന രാജ്യദ്രോഹം ചെറുതല്ല. കഴിഞ്ഞയാഴ്ച തത്വമയി ന്യൂസ് എക്സ്ക്ലൂസീവ് പുറത്തുവിട്ട കൊല്ലത്ത് നിന്നും പ്രധാന ഏജന്റായ മുന്താസ് അടക്കം 10 ബംഗ്ലാദേശികളെ ഭീകരവിരുദ്ധ സ്ക്വാഡ് പിടികൂടിയതാണ് ഈ മാഫിയയുടെ ഞെട്ടിക്കുന്ന പ്രവർത്തനങ്ങൾ പുറം ലോകം അറിയാൻ കാരണമായത്. ഇവർ വർഷങ്ങളായി കേരളത്തിൽ സുരക്ഷിതമായി താമസിച്ച് വൻതോതിൽ മനുഷ്യക്കടത്ത് നടത്തുകയായിരുന്നു. മുന്താസിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ ശൃംഖലയുടെ വ്യാപ്തി മനസ്സിലാകും. ബംഗ്ലാദേശിലെ ബഗേർഘട്ട് ചലിത മുനിയായിൽ നിന്നും ഭർത്താവ് അമിജാനൊപ്പം 13 വർഷം മുമ്പാണ് മുന്താസ് പശ്ചിമ ബംഗാളിലെത്തിയത്. ബംഗാളിൽ കഴിഞ്ഞ ഇവർക്ക് കേരളമാണ് ഏറ്റവും സുരക്ഷിതമെന്ന് മനസ്സിലായതോടെ 2017 ചാലക്കുടിയിൽ എത്തപ്പെട്ടു. 2018 കരുനാഗപ്പള്ളിയിലേക്ക് മാറിയവർ ബംഗളൂരുവിലേക്ക് നടന്ന് വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചു. ഇതിനായി കേരളത്തിലെയും കർണാടകത്തിലെയും ചില പ്രാദേശിക കേന്ദ്രങ്ങളുടെ സഹായം ഇവർക്ക് ലഭിച്ചു. സ്വന്തമായി രേഖകൾ ഉണ്ടാക്കിയ ശേഷം മുന്താസും ഭർത്താവും ചേർന്ന് ബംഗ്ലാദേശിൽ നിന്ന് 100 കണക്കിന് ആളുകളെയാണ് നിയമവിരുദ്ധമായി കേരളത്തിലെത്തിച്ചത്. ദേശീയ സുരക്ഷാ ഏജൻസികളും സംസ്ഥാനത്തെ സുരക്ഷാ വിഭാഗങ്ങളും അന്വേഷണം ഊർജിതമാക്കിയതോടെ പലരും ഭയന്ന് പിൻവാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്.
പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ മുംതാസിന്റെ ഭർത്താവ് അമിജാൻ 2 മാസം മുമ്പ് കുട്ടികളുമായി ബംഗ്ലാദേശിലേക്ക് തന്നെ ഒളിച്ചു കടന്നു. അന്വേഷണം തങ്ങളിലേക്ക് നീളുമെന്ന് ഭയന്ന് ചില പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളാണ് ഇവരെ അതിർത്തി കടക്കാൻ സഹായിച്ചതെന്നാണ് വിവരം. ഭാരതത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ ഏജൻസികൾ പോലും ആശങ്കയോടെ കാണുന്ന ഒന്നാണ് കേരളത്തിലെ വിവിധ സർക്കാർ വകുപ്പുകളിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും PFI പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് ലഭിക്കുന്ന സ്വാധീനം. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാരിൽ ചിലരുടെ ഒത്താശയോടാണ് വ്യാജ വിലാസങ്ങൾ ആധാറിലും വോട്ടർ പട്ടികയിലും ചേർക്കാൻ ഇവർക്ക് സാധിക്കുന്നത്. CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രാദേശിക നേതാക്കൾ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ഉദ്യോഗസ്ഥർ ചെലുത്തുന്ന സമ്മർദ്ദവും ഇതിന് കാരണമാകുന്നുണ്ട്. സുപ്രധാന രേഖകൾ ഒരു പരിശോധനയുമില്ലാതെ വിദേശികൾക്ക് നൽകുന്നത് രാജ്യദ്രോഹമായി കണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ഈ ഘട്ടത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസക്തിയും ദേശീയ നയങ്ങളും ജനങ്ങൾ തിരിച്ചറിയേണ്ടത്. നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഭരണകൂടം CAA, NRC തുടങ്ങിയ നിയമങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ അതിനെ നഖശിഖാന്തം എതിർത്തവരാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി നിയമസഭയിൽ പ്രമേയം പാസാക്കിയവരാണ് ഇവിടുത്തെ ഭരണാധികാരികൾ. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിക്കെന്നും രാജ്യം തന്നെയാണ് പ്രധാനം. അതിർത്തികൾ സുരക്ഷിതമാക്കാനും രാജ്യത്തെ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും BJP നടത്തുന്ന പോരാട്ടങ്ങൾക്ക് അടിവരയിടുന്നതാണ് കേരളത്തിൽ ഇപ്പോൾ പുറത്തുവരുന്ന ഈ വാർത്തകൾ. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ പണയം വെക്കുന്ന കോൺഗ്രസ് CPM അവിശുദ്ധ സഖ്യത്തെ ജനമധ്യത്തിൽ തുറന്നുകാട്ടാൻ BJP എന്നും മുൻപന്തിയിലുണ്ടാകും. കേരളത്തിലെ സാധാരണ ജനങ്ങൾ, പ്രത്യേകിച്ച് ഹൈന്ദവ ക്രൈസ്തവ ജനവിഭാഗങ്ങൾ ഈ ജനസംഖ്യ അട്ടിമറിയെ ഭീതിയോടെയാണ് കാണുന്നത്. തങ്ങളുടെ തൊഴിലവസരങ്ങളും റേഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങളും തട്ടിയെടുക്കുന്നത് അതിർത്തി കടന്നു വരുന്ന വിദേശികളാണെന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതിലും വലിയ അപകടം ഇത്തരത്തിലെത്തുന്നവരിൽ നാളെ രാജ്യത്ത് വലിയ ഭീകരാക്രമണങ്ങൾ നടത്താനുള്ള സ്ലീപ്പർ സെല്ലുകളായി മാറുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിന്റെ സുരക്ഷയ്ക്കായി, വരും തലമുറയുടെ നിലനിൽപ്പിനായി ഈ വിപത്തിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉയർന്നു വരേണ്ടതുണ്ട്. ദേശവിരുദ്ധ ശക്തികളെയും അവർക്ക് കുടപിടിക്കുന്ന പ്രീണന രാഷ്ട്രീയക്കാരെയും തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്താൻ കേരള ജനത തയ്യാറാകണം. ദേശീയ സുരക്ഷ മുൻനിർത്തി പ്രവർത്തിക്കുന്ന BJPയുടെ നിലപാടുകൾ മാത്രമാണ് ഈ നാടിനെ ഇത്തരം വിപത്തുകളിൽ നിന്ന് രക്ഷിക്കാനുള്ള ഏക പോംവഴി. പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജിയുടെ പ്രീണന ഭരണത്തിന്റെ തണലിൽ അതിർത്തികൾ കടന്ന് കൊൽക്കത്തയിലെത്തി വെറും 2500 രൂപയ്ക്ക് വ്യാജ ആധാർ സംഘടിപ്പിക്കുന്ന ഇവർ നേരെ കേരളത്തിലെത്തി വിലാസം മാറ്റി വോട്ടർ ID-യും റേഷൻ കാർഡും കാരുണ്യ കാർഡും വരെ തട്ടിയെടുക്കുമ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരായ പൗരന്മാരുടെ അവകാശങ്ങളാണ് നിഷേധിക്കപ്പെടുന്നത്. രാജ്യം നേരിടുന്ന ഈ മഹാവിപത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ശക്തമായ ദേശീയ നിലപാടുമായി ഭാരതീയ ജനതാ പാർട്ടി എന്നും മുൻപന്തിയിലുണ്ടാകും. വരും തലമുറയുടെ നിലനിൽപ്പിനായി കേരളത്തിലെ പ്രബുദ്ധ ജനത ഇത്തരം ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ ഒന്നിച്ച് അണിനിരക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.